താമസിക്കുന്നതാണോ? അല്ല, അങ്ങനെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. നിവിനല്ലേ അവൻ തിരിച്ചു വരില്ല, അത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അവരുടെ ഒഫീഷ്യൽ വക്താക്കളായിട്ട് സംസാരിക്കും. ഐ ആം നോട്ട് അപ്പോയിന്റഡ് ടു സ്പീക്ക് ഫോർ ഇറ്റ്. ഓക്കെ ചേട്ടാ. ചേട്ടാ, എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? എന്ത് വിശേഷം? ജസ്റ്റ് ഒന്ന് അമോസ് അലക്സാണ്ടർ ഇത് ഐഡന്റിറ്റിയുടെ പുതിയ ടീസർ. താങ്ക് യു. ചേട്ടാ, ജസ്റ്റ് നിൽക്കോ, അതൊരു ഫോൺ. ചേട്ടാ, ജസ്റ്റ് നിൽക്കാവോ? ഐഡന്റിറ്റിയുടെ പുതിയ ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ എന്നെ പറ്റിച്ച് ടോവിനോ തോമസ് എന്താണ് ഫ്ലാറ്റിൽ അന്തേവാസി എന്നുള്ള ലെവലാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാം എന്നാണ് അതിൽ തോന്നുന്നത് കണ്ടിട്ട്. എന്റെ അന്തേവാസിയാണ്. അങ്ങനെ തന്നെയാണോ? ടീച്ചർ കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ല. ടോവിനോ താമസിക്കുന്നതാണോ? അല്ല, അങ്ങനെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ടീച്ചർ കണ്ടപ്പോ തോന്നിയില്ല. ഇല്ല, കാണിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്റെ ഫ്ലാറ്റിലാ. അരുൺ ചന്തു എടുത്തിട്ടത് കഴിഞ്ഞ വർഷം എന്തോ ഇവര് ഇതേപോലൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്തോ ചുമ്മാ സത്യം ഭാഷ പിടിപ്പിച്ചപ്പോൾ തെളിയിക്കാൻ നിന്നതാണ്, പക്ഷെ തോറ്റുപോയി. അത് അവനെടുത്ത് അത് ഇടുകയും ചെയ്തു. കിട്ടുകയുണ്ട എന്നോട് പറഞ്ഞത്. അവരത് തോറ്റുപോയത് മനസ്സിലാക്കിയല്ലോ. പിന്നെ അത് നാച്ചുറലി തോറ്റും പോവല്ലോ. അതിൻ്റെ ആ ഒരു തമാശയൊക്കെ എടുത്തുള്ളത്. ചേട്ടാ, റീല് ഭയങ്കര വൈറലായിട്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടുണ്ട്. നമുക്കെൻ്റെ എങ്ങനെയുണ്ട്? അങ്ങനെ വൈറലാവാനല്ല ഞാനല്ല ഇട്ടത്, ഗഗനചാരിയുടെ ഡയറക്ടറായിട്ടത്. അദ്ദേഹം എനിക്ക് പണിയൊന്നും. കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, രമേശ് പിഷാരുടെ ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, പലരും ട്രോൾ ചെയ്ത രസകരമായ കമന്റ്സ് ഒക്കെ കണ്ടു. പറഞ്ഞു നിനക്കൊരു മാസ്ക് മറുക വെക്കായിരുന്നില്ലെന്നും അങ്ങനെ കുറെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ആണോ? അല്ല, ഞാനല്ലത് ഇട്ടത് അരുൺ ചന്തു ആണ്. കൊളാബി തന്നെയാണ്, അഡ്മിനാണ് ഡീൽ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ചേട്ടനല്ലേ ഡീൽ സോഷ്യൽ മീഡിയ. ഓക്കെ. അപ്പോൾ മാർച്ചിൽ നമ്മളെ വിനീത് ചേട്ടൻ്റെ പടം ഷൂട്ടിങ് തുടങ്ങിയെന്ന് ജാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ ആക്ഷൻ പടമാണ് ഇനി ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. മാർച്ചിലാണ് അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ വിസ എടുത്തിട്ട് എവിടെക്കോ കുറച്ച് മുന്നേ തുടങ്ങേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മാർച്ചിലേക്ക് പോസ്റ്റ് പോണ്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താണ് അയച്ചേട്ടൻ വിനീത് ചേട്ടൻ എല്ലാ പടത്തിലും അയച്ചേട്ടൻ്റെ റോള് കുറച്ച് ക്യാമറ അല്ല, അതിന് ശേഷം ഒരു പടത്തിലൊക്കെ ഒരു എല്ലാ പടത്തിലും ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല, ആക്ച്വലി അറിയില്ല. അപ്പോൾ ജാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ചിലാണ് എന്താണ് ഷൂട്ടിംഗ് ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറയുമ്പോൾ ഞാൻ അറിയണം. ഓക്കെ, പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമ്മളെ എന്താണ് നീം ചേട്ടൻ്റെ കംബാക്കാണ് എല്ലാവരും പ്രതീക്ഷ. നീം ചേട്ടൻ്റെ ഒരു കംബാക്ക്, ഒരു നല്ലൊരു ലീഡ് റോളായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. വിനീത് അന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, നിവിനല്ലേ അവൻ തിരിച്ചു വരില്ല, അത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ കുറേ പ്രൊജക്റ്റുകളും അണിയറകളും ഒരുങ്ങുന്നൊന്നും കേൾക്കുന്നുണ്ട്. ഏറ്റവും വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയി തോന്നിയ ആക്ടേഴ്സിൽ മുൻനിരയിലുള്ള ഒരാളാണ്. അവൻ്റെ സ്റ്റാർഡമസ് അല്ല, ഒരു നടൻ എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും ഹ്യൂമർ ടൈമിങ്ങും സ്വന്തം സിഗ്നേച്ചർ സ്റ്റൈൽ ഭീകരമാണ്. അത് പോയി പോകില്ലല്ലോ. ഓക്കെ. ഇപ്പോൾ ഈ റീസെൻ്റ്ലി അദ്ദേഹത്തിന് ഒരു ബാധ്യപ്പെട്ടിരുന്ന ഒഫീഷ്യലായിട്ട് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം സംസാരിച്ചല്ലോ, അല്ല അതല്ല നമുക്ക്. ഓക്കെ, പക്ഷെ അത് നമുക്ക് എന്താണ് പ്രേക്ഷകർക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടില്ല. ആ ഫേക്ക് അലിഗേഷൻ കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസും വരുന്നില്ല എന്നുള്ള അവരും റിപ്പോർട്ട് ചെയ്ത് അവരുടെ ഒഫീഷ്യൽ വക്താക്കളായിട്ട് സംസാരിക്കും. ഐ ആം നോട്ട് അപ്പോയിന്റഡ് ടു സ്പീക്ക് ഫോർ ഇറ്റ്. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.